നമസ്കാരം. CPM-ലെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാവും പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമൊക്കെയായ പിണറായി വിജയനെതിരെ കടുത്ത ആരോപണങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി PV അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. ആദ്യം നേരിട്ട് മുഖ്യമന്ത്രിയെ ആക്രമിക്കാതിരുന്ന PV അൻവർ ഇപ്പോൾ നേരിട്ട് മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്ന തരത്തിലേക്ക് പത്രസമ്മേളനങ്ങളിൽ വലിയ വ്യത്യാസം വന്നിരിക്കുകയാണ്. ആദ്യം ചോദ്യമുയർത്തിയതെല്ലാം മുഖ്യമന്ത്രിയുടെ ഇടവും വലവും നിൽക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ADGP-ക്കെതിരെയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെയും രൂക്ഷമായി വിമർശിക്കുന്ന തരത്തിലേക്ക് PV അൻവറിൻ്റെ സ്വരവും രീതിയും ഒക്കെ മാറിയിരിക്കുന്നു. PV അൻവർ പറയുന്നത് ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ്. ചിലതൊക്കെ അസത്യമാണെന്ന് പറയാൻ കഴിയാത്ത തരത്തിലേക്ക് ഓരോ തെളിവുകളും നിരത്തിയാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പലതും തുറന്നു പറയുന്നത്. അത്തരത്തിലുള്ള ഈ തുറന്നു പറച്ചിൽ സ്വാഭാവികമായും ബാധിക്കുവാൻ പോകുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വരെ വലിയ ചാഞ്ചാട്ടം സംഭവിക്കുവാൻ സാധ്യത ഏറെയുള്ള സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. PV അൻവർ പിതൃതുല്യനായി കണ്ടിരുന്ന ഇടത് നേതാവ്, ശക്തനായി കണ്ടിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തെയാണ് ഇപ്പോൾ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സൂര്യ തേജസ്സൊക്കെ കെട്ടുപോയിരിക്കുന്നു. അദ്ദേഹത്തിന് ആദ്യമുണ്ടായിരുന്ന 100 ഗ്രാഫ് ഇപ്പോൾ 0-ലേക്ക് മാറിയിരിക്കുന്നു. ഇതൊന്നും എന്തുകൊണ്ട് CPM തിരിച്ചറിയുന്നില്ല? അല്ലെങ്കിൽ അറിഞ്ഞിട്ടും CPM എന്തുകൊണ്ട് അതിന് അന്വേഷണം നടത്തി ആ കാരണങ്ങളെയെല്ലാം ഇല്ലായ്മ ചെയ്യുന്നില്ല എന്ന ചോദ്യമാണ് PV അൻവറുടെ ശക്തമായി ഉയർത്തുന്നത്. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒന്നല്ല, ഒന്നിൽ കൂടുതൽ 2-3 ആരോപണങ്ങളാണ് ഇപ്പോൾ PV അൻവർ ഉയർത്തിയിരിക്കുന്നത്. നേരിട്ടല്ലെന്ന് മാത്രം. PV അൻവറുടെ ഓഫീസിനെതിരായുള്ള ആരോപണം സ്വാഭാവികമായും എത്തി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂടി പേരിലേക്കാണ്. സ്വന്തം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും അങ്കിളെന്ന് മുഖ്യമന്ത്രിയെ വിളിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു ADGP വളർന്നുവെങ്കിൽ ആ ADGP-യും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്ന് PV അൻവർ പറയാതെ പറയുമ്പോൾ അത്തരത്തിലുള്ളൊരു ADGP-ക്കെതിരായുമുള്ള ആരോപണങ്ങളെല്ലാം എത്തി നിൽക്കുന്നത് അല്ലെങ്കിൽ വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ്. രൂക്ഷമായ ഭാഷയിൽ PV അൻവർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇവിടെ നമ്മൾ കുറച്ചുകൂടി പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടതായുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 2007-ലേക്ക്. 2007-ൽ ഇത്തരത്തിൽ ഇടതുപക്ഷ മുന്നണിയോടൊപ്പം നിൽക്കുന്ന, അതായത് LDF മുന്നണിയിലുള്ള ഒരു നേതാവ്, ഇതുപോലെ PV അൻവറിനെ പോലെ ഇടതുപക്ഷ മുന്നണിയിൽ ഉണ്ടായിരുന്ന ഒരു നേതാവ്, ഇപ്പോൾ അദ്ദേഹം BJP പാളയത്താണ്, NDA-യോടൊപ്പമാണ്, സാക്ഷാൽ PC ജോർജ് അന്ന് LDF മുന്നണിയോടൊപ്പം നിൽക്കുന്ന കാലമാണ്. ആ സമയത്ത് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിയായിരുന്ന, ഇടതുപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന TU കുരുവിളയ്ക്കെതിരെ ഇത്തരത്തിലൊരു രൂക്ഷമായ ആരോപണം PC ജോർജ് ഉന്നയിക്കുകയുണ്ടായി. മൂന്നാറിൽ തൻ്റെ കുടുംബാംഗങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഭൂമി ഇടപാടിൽ വലിയ ക്രമക്കേടുകൾ നടത്തിയതിനാലാണ് PC ജോർജ് തെളിവ് സഹിതം വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയത്. ആ ആരോപണങ്ങളെല്ലാം പാർട്ടി മുഖവരക്കെടുക്കുകയും അതിൽ അന്നത്തെ LDF-ൻ്റെ സെക്രട്ടറി ആയിരുന്ന വൈക്കം വിശ്വൻ, മുന്നണി നേതാവായിരുന്ന അദ്ദേഹം ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് പ്രകാരം മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും അദ്ദേഹത്തെ രാജിവെപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കേവലം അന്നത്തെ ഒരു മന്ത്രിയായിരുന്ന ഇടത് നേതാവിനെതിരെ ഇതുപോലെ തന്നെ LDF-ലെ ഒരു മുന്നണിയിലെ അന്നത്തെ ഇടതുപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന, LDF മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന PC ജോർജ് ഇത്തരത്തിലൊരു വിഷയമുന്നയിക്കുമ്പോൾ, ഒരാരോപണം ഉന്നയിച്ചപ്പോൾ ആ ആരോപണത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് അദ്ദേഹത്തെ വൈക്കം വിശ്വന്റെ നേതൃത്വത്തിൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കുകയായിരുന്നു. എന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തേ CPM-ന്റെ അത്തരത്തിലുള്ള കടുത്ത നിലപാടുകൾക്കപ്പുറമാണോ അദ്ദേഹം എന്ന ചോദ്യമാണ് ഇവിടെ വരുന്നത്. PC ജോർജിനേക്കാൾ ശക്തനായിരുന്നു ഇടതുപക്ഷ മുന്നണിയിൽ PV അൻവർ. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ ഒന്നല്ല, ഒന്നിൽ കൂടുതലായിരുന്നു. 3 ആരോപണങ്ങൾ. ആ 3 ആരോപണങ്ങളിൽ ചിലതിനെല്ലാം കൃത്യമായ തെളിവ്. ആ തെളിവുകളെല്ലാം വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയുമാണ്. എന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നില്ല? എന്നിട്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയോട് അന്വേഷണ അടിസ്ഥാനത്തിലെങ്കിലും ആ പദത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഇടതുപക്ഷ നേതാക്കന്മാർ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ LDF-ൻ്റെ നേതാവായ TP രാമകൃഷ്ണൻ എന്തുകൊണ്ട് അത് ആവശ്യപ്പെടുന്നില്ല? ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞേ മതിയാകൂ ഇടതുപക്ഷം. ഈ ഉദാഹരണങ്ങളെല്ലാം എടുത്ത് ചൂണ്ടിക്കാട്ടുകയാണ് പ്രതിപക്ഷത്തിൻ്റെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യകത ഇടതുപക്ഷത്തെ സംബന്ധിച്ചപ്പോൾ ധാരാളമാണ്. 17 വർഷങ്ങൾക്കിപ്പുറം, 2007 കഴിഞ്ഞ് 17 വർഷങ്ങൾക്കിപ്പുറം ഇത്ര വലിയൊരു ആരോപണം മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചിട്ട് നിശബ്ദമായിരിക്കുകയാണ് CPM. കൂടാതെ രൂക്ഷമായ ഒരു ആരോപണം പാർട്ടിയെ തകർക്കുന്ന രീതിയിലാണ് നേതൃത്വം മുൻപോട്ട് പോകുന്നത് എന്ന PV അൻവറിൻ്റെ ഒരു ആരോപണം വരുമ്പോൾ ആ ആരോപണത്തെ പാർട്ടി അന്വേഷിക്കുകയോ അതിലെ സത്യാവസ്ഥ കണ്ടെത്താൻ ശ്രമിക്കുകയോ ചെയ്യാതെ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി കൊടിപിടിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു CPM എന്ന ആരോപണമാണ്
എന്ന ആക്ഷേപമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. പി വി അൻവറിനോടും അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ പി വി അൻവർ പറയുന്ന ആരോപണങ്ങൾ കഴമ്പുണ്ട്. പി വി അൻവർ പറയുന്ന ആരോപണങ്ങൾക്ക് തെളിവുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ ഇടവും വലവും നിൽക്കുന്നവരെയും ചോദ്യം ചെയ്തേ മതിയാകൂ എന്ന കടുത്ത ഒരു ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇവിടെ പി വി അൻവറിന് അനുകൂലമായി പരോക്ഷമായ ചില പിന്തുണ മൗനത്തിലൂടെ നൽകിയതല്ലാതെ CPM നേതാക്കന്മാരോ CPI നേതാക്കന്മാരോ പി വി അൻവറിനെ അനുകൂലിച്ചുകൊണ്ട് മുൻപന്തിയിൽ എത്തിയിട്ടില്ല. ആകെ വന്നത് KT ജലീൽ മാത്രമാണ്. അത്തരത്തിൽ പി വി അൻവറിനെതിരെയുള്ള ഒരു പടപ്പുറപ്പാടായി ഈ വിഷയത്തെ വ്യതിചലിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് CPM. എന്നാൽ അത് തിരിച്ചടിയാകുവാൻ പോകുന്ന CPM-ന് തന്നെയായിരിക്കും. മലപ്പുറത്ത് നിലമ്പൂര് പി വി അൻവറിന്റെ കോലം കത്തിച്ചുകൊണ്ട് പ്രതിഷേധം വിളിക്കുമ്പോൾ സ്വാഭാവികമായും മലപ്പുറം ജില്ലയിലെ ന്യൂനപക്ഷ വോട്ടുകളിലേക്ക് ഇനി CPM എത്തി നോക്കേണ്ട ആവശ്യമില്ലാത്ത തരത്തിലേക്ക് അവിടെ മാറിയിരിക്കുന്നു. നിലമ്പൂരിൽ പൊതുസമ്മേളനം വിളിക്കാൻ പോവുകയാണ് പി വി അൻവർ. ഇനി അദ്ദേഹത്തിന് ഇടവും വലവും നോക്കുവാനില്ല. ഇടതുപക്ഷത്തോടുള്ള എതിർപ്പ് വലതുപക്ഷത്തോടൊപ്പം നിന്ന് തീർക്കാനല്ല അദ്ദേഹം ശ്രമിക്കുന്നത്. ഇടതിനോടും വലതിനോടും നിൽക്കാതെ നടുക്കു നിന്നുകൊണ്ട് ഇടതുപക്ഷത്തെ ചോദ്യം ചെയ്യുക എന്ന രൂക്ഷമായ ചുവടുവെപ്പിന് തയ്യാറെടുക്കുകയാണ് പി വി അൻവർ. ഇത് CPM-നെ ബാധിക്കും, മുഖ്യമന്ത്രി കസേരയെ ബാധിക്കും, CPM-ന്റെ കഴിഞ്ഞ കാലങ്ങളിലെ രാഷ്ട്രീയ നേട്ടങ്ങളെ ബാധിക്കുമെന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. പക്ഷേ CPM പറയുന്നത് പി വി അൻവറിന്റെ ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങളെല്ലാം കോൺഗ്രസിന്റെ തന്ത്രപരമായ നീക്കമാണ്. അദ്ദേഹവും കോൺഗ്രസ് നേതാക്കന്മാരും ചേർന്നുകൊണ്ടുള്ള അല്ലെങ്കിൽ UDF നേതാക്കന്മാരും ചേർന്നുകൊണ്ടുള്ള തന്ത്രപരമായ നീക്കമാണ്. അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരാണ്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ട് എതിർക്കുവാൻ ശ്രമിക്കുകയാണ് CPM. ഇനിയും പല വെളിപ്പെടുത്തലുകളും വരാനുണ്ട് എന്നാണ് പി വി അൻവർ പറയുന്നത്. ആ വെളിപ്പെടുത്തലുകളുടെ എല്ലാം അന്ത്യം CPM-ന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അധപ്പതനമാണോ എന്ന് സംശയിക്കേണ്ടതായുണ്ട്.